കുറേ കാലങ്ങൾക്ക് ശേഷം കറക്റ്റ് പറയുകയാണെങ്കിൽ 5 months മുന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഔട്ടിങ് പോകുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് സമയം കിട്ടിയത്. പിള്ളേർക്ക് വെക്കേഷൻ ആകുമ്പോഴേ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് ഇങ്ങനെ ഒരു ഔട്ടിങ് പോകണമെന്ന്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഒത്തുവന്നപ്പം ഈ ടൈം ആയിപ്പോയി. എനിവേ ഇത്തവണ നമ്മൾ മെയിൻലി പോകുന്നത് കുറച്ച് ഷോപ്പിങ്ങിനാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ പർച്ചേസ് ചെയ്യാനുണ്ട് ഡ്രസ്സസ്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് സെൽഫിലാണ് താമരശ്ശേരി. ആൽബർട്ടിന്റെ പണ്ടെടുത്ത ആഗ്രഹമാണ് ഒരു ബൂട്ട് കട്ട് ജീൻ വാങ്ങണമെന്ന്. പക്ഷെ അത് കിട്ടിയില്ല. സോ നമ്മൾ നേരെ അറ്റ്ലസ് കൊടുവള്ളി പോയി. അവിടെയും അവന് വേണ്ടത് കിട്ടിയില്ല. പക്ഷെ പ്രതീക്ഷിക്കാതെ എനിക്കൊരു അടിപൊളി സ്കേർട്ട് കിട്ടി. പിന്നെ MR ഹൈപ്പറിൽ നിന്ന് നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് പിന്നെ നേരെ പോയത് കാലിക്കറ്റിലേക്കാണ് കേട്ടോ. നേരെ SM പിടിച്ചു. SM നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ പോയത് വൈറസിലേക്കാണ്. മെൻസ് കളക്ഷന്റെ ഒരു ഹ്യൂജ് വെറൈറ്റീസ് അവിടെ ഉണ്ട്. അബ്ലോഹ്, നെല്ലി അങ്ങനത്തെ നല്ല നല്ല ബ്രാൻഡ്സിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ. അങ്ങനെ അവിടുന്ന് കുറെ നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ കൂട്ടം വന്നു. പിന്നെ നമ്മൾ എല്ലാവരും പോയത് ആൽബർട്ടിന് ഷർട്ട് എടുക്കാനായിരുന്നു. അവനും കുറെ സ്ഥലത്ത് നോക്കിയെങ്കിലും ലാസ്റ്റ് നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിലെത്തി. അവിടെ അവരുടെ കിഡ് സെക്ഷനിൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ആകെ മൊത്തം കൺഫ്യൂഷനായിരുന്നു. ലാസ്റ്റ് അവിടുന്ന് ഫൈനലൈസ് ചെയ്തിട്ട് നമ്മൾ നേരെ അവിടുന്ന് അൽഡ്രീമിൽ പോയി മന്തി കഴിച്ചു കേട്ടോ. കാരണം ഞാൻ ഇവിടുത്തെ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. സോ എനിക്ക് ട്രൈ ചെയ്യണമായിരുന്നു. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ ഏറെക്കുറെ ഒരു 45 minutesോളം വെയിറ്റ് ചെയ്തു. ദെൻ വി ഗോട്ട് അവിടുത്തെ സ്പെഷ്യൽ മസാല മന്തി. ഐ റിയലി ലൈക്ക് മസാല ഷവായ മന്തി. ഫുഡിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏറെക്കുറെ 12:30 കഴിഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ നേരെ വെച്ച് പിടിച്ചത് കാലിക്കറ്റ് ബീച്ചിലേക്കാണ് കേട്ടോ. കാലിക്കറ്റ് വന്നാൽ പിന്നെ ബീച്ചിൽ പോകാണ്ട് ഒരു നിവർത്തിയില്ല കേട്ടോ. സോ നമ്മൾ നേരെ പോയി. അങ്ങനെ പാട്ടൊക്കെ പാടി വൈബ് ചെയ്ത് ബീച്ചെത്തി. പിന്നെ പറയണോ, ബീച്ചിൽ നിന്ന് ഇവര് വരുന്നുമില്ല. ഇവരിവിടെ കുഴി കുത്തി മണ്ണ് മാന്തി എന്തൊക്കെയോ ചെയ്തു. ലാസ്റ്റ് നമ്മൾ അവിടെ ഒരു 1:45 ആയപ്പോഴത്തേക്കും വന്നു. ഇപ്പൊ ഇത്രേ ഉള്ളൂ. ബൈ.